എന്താ അത്യാവശ്യം നല്ലൊരു സിനിമ. അടിപൊളി അടിപൊളി ക്ലൈമാക്സ് അടിപൊളി. ക്ലൈമാക്സ് ഒരു എല്ലാം കൂടി ഒരു മിക്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ഷൻ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് നമ്മള് അമീർ ഖാനെയും രജനീകാന്ത് സാറിനെയും എല്ലാരെയും ഒരുമിച്ച് നമ്മളൊരു ഫ്രെയിമിൽ കാണുന്ന ഒരു സംഭവം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി. എനിക്ക് സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ എനിക്ക് വർക്കായത്. എനിക്ക് രസമായി തോന്നി. നല്ലൊരു പാക്കേജ്. സൗബിന് അടിപൊളി അടിപൊളി പോയി കാണാം. പടം ഹിറ്റ് സൂപ്പർ ഹിറ്റ്. ടൈം വേസ്റ്റ് ചെയ്യാതെ പോയി അടുത്ത ഷോ പോയി കാണാം. പടം കണ്ടോ? കണ്ടല്ലേ? വിക്രം അങ്ങനെ കമ്പാരിസൺ അല്ല. തലവർ പടം തന്നെയാണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം പറയാം, ഇത് മാസും ഉണ്ട് പടത്തില്, അതേപോലെ ഇന്റലക്ച്വൽ ഒരു ഫിലിമാണ്. എന്താ പറയാ, തലവർ പടത്തില് ഫുൾ മസാലവായിരിക്കും. ஆடியன்ஸுக்கு வேண்டி அவருடைய ஃபேன்ஸுக்கு வேண்டி இருக்கு. அது மாத்திரம் இல்லாது காமன் ஆடியன்ஸுக்கு கூட ஒரு 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 நல்ல ஒரு புத்திപൂർവമായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ഫിലിമാവും ഈ പടം ഉണ്ട്. സിനിഫൈൽസിക്ക് ഓൾസോ കൂട്ടുകാരാണ്. ഏത് സിനിഫൈൽസിക്ക് നല്ല പടമാണ്. എല്ലാവർക്കും നല്ല പടം എൻജോയ് ചെയ്യാം. മസ്റ്റ് വാച്ച് തിയേറ്ററിൽ കാണണം. പിന്നെ രജനി പടം വീട്ടിലിരുന്ന് കാണണം. വിസിലൊക്കെ അടിക്കാൻ തോന്നിയ മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഒത്തിരി. ഞാൻ ആദ്യം തൊട്ടേ തുടങ്ങി വിസിൽ. പടത്തില് വിസിലടിച്ച് ഞാൻ കേൾക്കാറാங்க. ആരും കാണാതെ വിസിലടിച്ചാ പൊളി സാധനം. ഒരു രക്ഷയില്ല, അടിപൊളി. എന്തായാലും നമ്മൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റിയ അടിപൊളി പടം. ലോകേഷ് കനകരാജിന്റെ ബ്രില്യന്റ് ഡയറക്ഷൻ, അതുപോലെ അനിരുദ്ധിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന അദ്ദേഹത്തിന്റെ BGM കൊണ്ട് തകർത്ത് തൂത്തുവാരിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് വന്നത് അത് 70-ാം വയസ്സിൽ രജനീകാന്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ ഇന്ത്യയിലില്ല. കാരണം സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചുകൊണ്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ സൂപ്പർ സ്റ്റാർ പദവി നിലനിർത്തുന്ന ഒരു നടൻ രജനീകാന്ത് അല്ലാണ്ട് മറ്റാരുമില്ല. അമീർ ഖാനൊക്കെ പൊളിച്ചിട്ടുണ്ട്, ഉപേന്ദ്ര പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എതിരെന്ന് ഇവിടെ സമയം ഇവിടെ തൂത്തു വരാൻ പോവാണ്. അടിപൊളി ഹിറ്റ് സിനിമയാണ്. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ട് കാണാം. തിയേറ്ററിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ആ സ്ഥലത്ത് നിൽക്കുന്ന ഫീലാണ് തിയേറ്ററിൽ. BGM കൊണ്ട് തൂത്തുവാരിയിട്ടുണ്ട്. പടം ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഒരു 700 കോടി ഉറപ്പാണ്. സൗബിനൊക്കെ അടിപൊളിയാണ്, ശ്രുതി ഹാസനൊക്കെ അടിപൊളി, സൗബിൻ അടിപൊളി, രജനികാന്ത് ഒരു രക്ഷയില്ല. ഇത്രയും സ്ക്രീൻ പ്രസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അടിപൊളി. എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വരുന്ന എൻജോയ് ആയിട്ട് പോവാം. കരഞ്ഞു നിലയും വിളിച്ച് അയ്യോ പടം ഫ്ലോപ്പ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ആരും പോകണ്ട. ധൈര്യമായിട്ട് രജനികാന്തിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുണ്ട്. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സിനിമ അടിപൊളി. നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. എനിക്ക് സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ട്. സെക്കൻഡ് ഹാഫിലെ എലിമെന്റ്സ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പക്ക ലോകേഷ് ട്രീറ്റ്മെന്റ് ആണ്, ജയിലർ ട്രീറ്റ്മെന്റ് അല്ല, കൂടുതൽ ലോകേഷ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൗബിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഗംഭീര സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നല്ലൊരു ക്യാരക്ടർ. അമീർ ഖാൻ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. രജനി സാർ ഒരുപാട് പറഞ്ഞു. ആ ഒരു എക്സ്പെക്ടേഷൻ അത്രയും മൈലേജ് നിൽക്കുമ്പോ എക്സ്പെക്ടേഷന്റെ കാര്യം എനിക്കറിയില്ല. എനിക്കത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ആ സിനിമയുടെ ഒരു പാറ്റേണിലേക്ക് ഇന്നായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജയിലർ പാറ്റേൺ അല്ല ഈ സിനിമ. ഈ സിനിമ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് സംഭവങ്ങളും കൂടുതലും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ടുവേർഡ്സ് എൻഡ് എനിക്ക് സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് എലമെന്റിലേക്ക് കുറച്ചും കൂടെ യൂഫോറിക് എലമെന്റ്സ് കിട്ടി. നമുക്ക് കൈയടിക്കാനുള്ള എലമെന്റ്സും. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ ഒരു മിതത്വമുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ അതിൽ ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്കുള്ള കുറെ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ട്
അങ്ങനത്തെ ഒരു സ്റ്റൈലായിട്ട് തോന്നുന്നു. ലോകേഷ് പടം, രജനി പടം രണ്ടിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജയിലർ കാണുന്ന പോലെ ഒരു രജനി പടമല്ല. എനിക്ക് ജയിലറിലൊക്കെ സെക്കൻഡ് ഇന്റർവെൽ പഞ്ചൊക്കെ ഞാൻ ഭയങ്കര കോരിത്തരിച്ച അനിരുദ്ധ് മ്യൂസിക്കും കോരിത്തരിച്ച സംഭവമാണ്. ആ സാധനമല്ല ഇതിനെ ഒരു നമുക്ക് കബാലിയിലെ എലമെന്റുകൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു, എനിക്ക് കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ആസ് ഓഫ് നൗ. ഏതാണ് അങ്ങനെ മുകളിൽ നിൽക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കിതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു സിനിമ എന്നുള്ളത്. കുറച്ചൊന്ന് ബാക്കിലേക്ക് ഇന്റർവെൽ പഞ്ച് എനിക്ക് അങ്ങനെ ഒരു വിക്രത്തേക്കാൾ വലിയൊരു ഇന്റർവെൽ പഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതിന്റെ ആ മീറ്റർ തോന്നിയില്ല. എനിക്ക് മീറ്റർ വർക്ക് ആയത് സെക്കൻഡ് ഹാഫിലാണ്. അത് തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം ഇപ്പോഴും ആ സ്വാഗ് വെച്ച് ഒരിക്കലും അതൊരു മോശം പടമല്ല. ഇതൊരു പക്ഷെ ഈ പറഞ്ഞ പോലെ വേറൊരു മീറ്ററുള്ള സിനിമയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ടുവേർഡ്സ് എൻഡ് എനിക്ക് എലമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അമീർ ഖാൻ, രജനീകാന്ത് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ രണ്ട് വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നിച്ച സീനുകളൊക്കെ കാണുന്നത് എനിക്ക് ഒരു ഭയങ്കര യൂഫോറിയ. സൗബിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അനിരുദ്ധിന്റെ ബീജം അടിപൊളിയായിരുന്നു. രജനീകാന്തിനെക്കാട്ടും ഉപേന്ദ്രക്കും നാഗാർജുനക്കും ഉണ്ടായിരുന്ന ബീജം സീനാണ്. അനിരുദ്ധിന് വേണ്ടിയിട്ടൊരു മസ്റ്റാണ്. സൗബിൻ ത്രോട്ട് ഉണ്ട്, അടിപൊളിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കുറെ ഉണ്ട്. പടം സൂപ്പറായിട്ടുണ്ട്. എന്താ പറയുക, എല്ലായിടത്തെ രജനീകാന്തൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. തലൈവർ താ. പിന്നെ എല്ലാ മൂഡും ഉണ്ട് പടത്തില്. ലൈക്ക് അനിരുദ്ധിന്റെ മ്യൂസിക് പൊളിച്ചു, സ്റ്റൈൽ இருக்கு, കോമഡി இருக்கு, ഇമോഷൻ, ഫാമിലി ഇമോഷൻസ് இருக்கு, എല്ലാം ഇருக்கு. സൗബിൻ ആക്ച്വലി നമ്മള് വന്നപ്പോ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചേ. പക്ഷെ ത്രൂ ഔട്ട് സൗബിൻ വാണു. So we are proud of it. Cameos ഒക്കെ ആ സമയത്ത് എന്താ പറയാ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഒരു ആമിർ ഖാനൊക്കെ വന്നപ്പോ അത് വേറെ ലെവല് ഹൈ. അതായത് സൗബിൻ നമ്മളുടെ മലയാളികൾക്ക് വളരെ ഒരു നല്ലൊരു മുഹൂർത്തമാണ് നമുക്ക് സമ്മാനിച്ചത്. അടിപൊളി പെർഫോമൻസ് ആയത്. ഓൾ ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം നന്നായിട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് ബീജിയം പൊളിച്ച് ഓൾ ത്രൂ ഔട്ട് അമേസിംഗ്. ലോകേഷ് പടം ഇന്റർവെല്ലിന് മുമ്പ് ചെറിയ ലാഗ് ഫീൽ ചെയ്ത്, ബട്ട് സെക്കൻഡ് ഹാഫ് എല്ലാത്തിനും കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ പ്രിറ്റി ഗുഡ് പെർഫോമൻസ്. നല്ല പടമാണ്. ഒരു ലോകേഷ് മനസ്സിറക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര LCU പ്രതീക്ഷ. നമ്മള് വിക്രം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ മാറ്റി വെച്ചിട്ട് രജനീകാന്തിന്റെ ഒരു പടം കാണാൻ വന്നുള്ള രീതിയിൽ പറഞ്ഞ നല്ലൊരു പടം തന്നെയാണ്. ക്യാമിയോസ് അല്ല, അവർക്ക് നല്ല റോളാണ്. അമീർ ഖാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സൗബിനാണ്. സൗബിൻ ഒരു രക്ഷയില്ല. രജനീകാന്തിന്റെ കൂടെയും നാഗാർജുനന്റെ കൂടെ പിടിച്ചിരുന്ന സൗബിന് സൗബിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പറയേണ്ടത് മെയിൻലി 50% ലോകേഷ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ലോകേഷിന്റെ നല്ലൊരു പടം. സ്റ്റാൻഡേർഡ് അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നും വിക്രം പോലെ ഒന്നും എക്സ്പെക്ടേഷൻ അല്ല വേണ്ട. രജനീകാന്തിന് വേണ്ടി ലോകേഷ് എടുത്തൊരു നല്ല പടം നമ്മള് തീർച്ചയായിട്ടും കാണാൻ പറ്റും. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നാഗാർജുന ആണെങ്കിലും അമീർ ഖാനും ലാസ്റ്റ് എല്ലാം വന്നൊരു നല്ല പടം, നല്ല സിനിമയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. രജനീകാന്ത് ഫാനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ പടങ്ങളും ഞാൻ കാണുന്ന ആളാണ്. അപ്പൊ ഇതിപ്പോ രാവിലെ തന്നെ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. നമ്മൾ ആ പടം എൻജോയ് ചെയ്തതിനൊപ്പം നമുക്ക് വേറൊരു സന്തോഷമുണ്ട്. നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സൗബിൻ മുഴുനീള ക്യാരക്ടറിൽ വന്നിരിക്കുകയാണ്. തകർത്ത് പൊളിച്ച് അടുക്കി എന്ന് പറയാം. അത്ര ഗംഭീരമായിട്ട് ത്രൂ ഔട്ട് എൻഡ് വരെ ഉള്ള ഒരു ക്യാരക്ടറാണ് അത്. എന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അത് പുറത്തായി പോകും. അതുകൊണ്ട് എല്ലാരും കാണണമല്ലോ. തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സൂപ്പറായിട്ടുണ്ട്. റെബേക്ക ഉണ്ട്, മലയാളികളായിട്ടുള്ള റെബേക്ക ഉണ്ട്, പിന്നെ ബാബുരാജേട്ടനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ലാസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാ പ്രിയങ്കരായിട്ടുള്ള ഒത്തിരി താരങ്ങൾ. അമീർ ഖാൻ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഗൂസ് ബംസ് വരുമല്ലോ പുള്ളിയൊക്കെ കാണുമ്പോ. മലയാളത്തില് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടന്മാരാണ്, അന്യഭാഷയിലുള്ളവരാണെങ്കിലും. അപ്പൊ നാഗാർജുന, അങ്ങനെ കുറേയധികം സ്റ്റാർസ് ഉണ്ട്. അപ്പൊ തന്നെ ഒരു റിച്ച് ആണ് സിനിമ. ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ രജനി ഫാൻ ആയതുകൊണ്ട് എല്ലാ പടങ്ങളും എനിക്ക് രജനി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പടം ഇന്റർവെല് സൂപ്പർ, ഒരു രക്ഷയില്ല. നമ്മളെ ഇന്റർവെല് കഴിഞ്ഞ് രജനികാന്തിന്റെ മാസ്, ലോകേഷ് കനകരാജിന്റെ വെറും മാസ് സീൻ, ഒരു രക്ഷയും. 15 മിനിറ്റ് അമീർ ഖാൻ, ഒരു രക്ഷയില്ല. രജനികാന്തിനെ ഒരു നെഗറ്റീവ് കാണിക്കുന്നുണ്ട്, സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. ഇന്റർവെല് കഴിഞ്ഞ് വേറെ ലെവല്. അത് ജയിലർ മാതിരി കാണല്. ലോകേഷ് കനകരാജിന്റെ വേറൊരു ടൈപ്പാണ്, ഇതുവരെ കാണാത്ത രജനികാന്തിന്റെ മാസ് സീനാണ്. ഇന്റർവെല് കഴിഞ്ഞ് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇന്റർവെല് വരെ വേറൊരു പേട്ട സിനിമ കണ്ട, പേട്ട സിനിമ, പേട്ടക്കകത്ത് കാളി, അത് കഴിഞ്ഞ് പേട്ട, ഇന്റർവെല് കഴിഞ്ഞ്. ഇത് വേറെ ഒരു ലെവലില്ല, ഒരു രക്ഷയില്ല. മാസ് സൗബിൻ സൂപ്പർ, ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ ആക്ടർ, ഒരു രക്ഷയില്ല. സൂപ്പർ ആക്ഷൻ. മലയാളത്തിൽ നമുക്കൊരു അഭിമാനമാണ് ഒരു ആക്ടറിനെ ഇത്രയും. തമിഴ് അമീർ ഖാൻ അവരൊക്കെ വലിയ വലിയ താരനിരവില് അമീർ ഖാൻ അതൊക്കെ മുകളിലാണ് സബീൻ പോയിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല.